ഹായ്, ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയിൽ കുറച്ച് ടിപ്സും കാര്യങ്ങളും കൂടിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കട്ട്ലേറ്റ് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നവർക്കും എണ്ണയിലിട്ട് വറുത്ത് കോരുമ്പോൾ അത് ശരിയായിട്ടില്ല വരില്ല എന്നുള്ളവർക്കൊക്കെ ആയിട്ടും പിന്നെ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് കുറച്ച് ടിപ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇതല്ലാതെ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ടിപ്സും കൂടി താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കേണ്ട. അപ്പോൾ വീഡിയോ തുടർന്ന് കണ്ടോളൂ. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു പാൻ എടുക്കാം. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ റൈസ് ബ്രാൻ ഓയിലാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതായത് ഒരു മീഡിയം സൈസ് സവാള എടുത്താൽ മതി. അത് അരിഞ്ഞു വന്നപ്പോൾ ഒരു 1/4 കപ്പോളം ഉണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കാം. അപ്പോൾ അതിലൊക്കെ ഉണ്ടാക്കലും പൊരിച്ചെടുക്കലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാൻ നോക്കുക. അതില്ലെങ്കിൽ മാത്രം നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കുക. അപ്പോൾ ഇങ്ങനെ സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. സവാള പെട്ടെന്നൊന്ന് വാടി വരാനായിട്ട്. സവാള ഒന്ന് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു 2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഇഞ്ചി വെളുത്തുള്ളി പകുതി എടുത്തിട്ട് നമ്മൾ പേസ്റ്റ് ആക്കി എടുത്താൽ മതി. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് പോകണം. അപ്പോൾ ആ സമയം കൊണ്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റി വരും. അപ്പോൾ സവാള വഴറ്റിട്ട് ഇതുപോലെ ആവുന്ന സമയത്ത് നമുക്കിതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കുക. പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. അപ്പോൾ ഇപ്പം നമ്മൾ പറയുന്ന പൊടികളൊക്കെ ചേർക്കുന്നത് ടീസ്പൂണിലാണ്. അപ്പോൾ ടീസ്പൂണും ടേബിൾ സ്പൂണും തെറ്റാതിരിക്കാൻ നോക്കുക. അപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്കായിട്ട് ടീസ്പൂണും ടേബിൾ സ്പൂണിൻ്റെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞുതരാം. അതായത് 3 ടീസ്പൂൺ എന്ന് പറയുന്നതാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇടാം. പിന്നെ ഇതിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ നല്ലൊരു ടേസ്റ്റിനായിട്ട് നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് ഇതിനൊരു പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ തൊട്ട് 1.5 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി പൊടികളൊക്കെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച മണം പോകണ വരെ നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതിൽ നേരത്തെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയായിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറുതായിട്ട് എരിവുള്ള ഒരു കട്ട്ലേറ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത്ര പോലും എരിവ് വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ ആ മുളക് പൊടിയില്ല, ആ എടുക്കണ മുളക് പൊടിയിൽ അതൊന്ന് കുറച്ച് കൊടുത്താൽ മതി. അങ്ങനെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഏകദേശം ഒരു 1.25 മിനിറ്റൊക്കെ നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. ആ സമയത്ത് നമുക്കിതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു മീഡിയം സൈസിൽ വരുന്ന ബീട്രൂട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് ഉണ്ടായിരുന്നു. ആ 1 കപ്പ് ചീകി വെച്ചിട്ടുള്ള നമ്മൾ ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചീകി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ചീകാൻ തന്നെ ശ്രമിക്കുക കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ അരിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ വേവാൻ കുറച്ച് താമസം എടുക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ നടക്കും. അപ്പോൾ ബീട്രൂട്ട് ചേർത്തിട്ട് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. അതൊരു 1/4 കപ്പായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചീകി വെച്ചിട്ടുള്ള ഒരു 1/4 കപ്പ് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ഈ കട്ട്ലേറ്റിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ല ടേസ്റ്റും കിട്ടും. മാത്രമല്ല നമ്മളിത് എണ്ണയിൽ വറുത്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് പൊട്ടിപ്പോവാണ്ടൊക്കെ ഇരിക്കാനായിട്ട് ഉപകാരമായിരിക്കും കേട്ടോ. നമ്മൾ ഉരുളൻകിഴങ്ങ് കൊണ്ട് മാത്രമായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് എണ്ണ കുടിച്ച് പോകാനും പിന്നെ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ അത് വിണ്ട് കീറിയിട്ട് ഇങ്ങനെ വിരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഉരുളൻകിഴങ്ങ് മാത്രമല്ലാണ്ട് ഇങ്ങനെ ബീട്രൂട്ടും ക്യാരറ്റും കൂടിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഷേപ്പ് തന്നെയായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അങ്ങനെ ബീട്രൂട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായി വാടി വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 2.25 കപ്പ് ഉടച്ച ഉരുളൻകിഴങ്ങാണ് ഉള്ളത്. അപ്പോൾ ഈ ഉടച്ചെടുത്ത ഉരുളൻകിഴങ്ങും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാനായിട്ട് ഇതുപോലത്തെ മീഡിയം സൈസിൽ വരുന്ന 3 ഉരുളക്കിഴങ്ങായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് 1/2 കിലോന് ഉണ്ടായിരുന്നു, 500 ഗ്രാം. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ആ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഇതുപോലെ പകുതിയാക്കിയിടുക ഉരുളക്കിഴങ്ങ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് അതിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ തൊലി ഇങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കുക്കറിൽ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത ശേഷം നമ്മളത് ഒരു പാത്രത്തിലോട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമ്മളതിൻ്റെ സ്കിന്ന്, അതായത് തൊലിയൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി. അങ്ങനെ ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ വേവിച്ചെടുക്കാമെന്നൊക്കെ അറിയാത്തവരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് പറഞ്ഞത്. പറയുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയേക്കാം. അങ്ങനെ ഒരുവിധം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്ത ശേഷം, അതായത് ഈ കൂട്ടിലും ആ മസാലപ്പൊടികളിലൊക്കെ ആയിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ സവാളയിൽ മാത്രമാണ് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടിലേക്കായിട്ടുള്ള ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് നോക്കി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് മല്ലിയില അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയില എന്തായാലും കട്ട്ലറ്റിൽ ചേർത്ത് കൊടുക്കണം. അതൊരു നല്ല ടേസ്റ്റിനും മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളിതിൽ ഉപ്പും പിന്നെ ആ മസാലകളുടെ ടേസ്റ്റൊക്കെ നോക്കുക. അപ്പോൾ എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ, അതായത് എരിവൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവ് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഒരു 1/4 കപ്പ് റസ്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ റസ്ക് പൊടി തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ബ്രെഡ് പൊടിച്ചതില്ല അതായാലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ചായക്കൊപ്പം കഴിക്കുന്ന റസ്ക് ഇല്ല, അത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബ്രെഡ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ ഈ ഒരു കൂട്ടിൽ, ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു കൂട്ടിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് വറുത്തെടുക്കുന്ന സമയത്ത് അത് പൊട്ടാനും പിന്നെ വിണ്ട് കീറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് വെള്ളത്തിൻ്റെ അംശം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് റസ്ക് പൊടിച്ചത് അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റസ്ക് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പിന്നീട് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് അത് പൊട്ടാണ്ടൊക്കെ നല്ല ഷേപ്പിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ റസ്ക് പൊടിച്ചതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഒരു പൊടിയും കൂടി ചേർക്കാനുണ്ട്. അത് നമ്മുടെ കട്ട്ലേറ്റിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്ന ഒന്നാണ്. അത് ഒരു 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടി പൊടിച്ചതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന നിർബന്ധമൊന്നുമില്ല, നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അവസാനത്തെ നമ്മൾ ആ ഒരു ചേരുവയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു 3 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചൂടാറാനൊന്ന് വയ്ക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബാറ്ററും കൂടി റെഡിയാക്കി വയ്ക്കുക. അതിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം 4 ടേബിൾ സ്പൂൺ മൈദയും എടുക്കുക. ഈ ഗോതമ്പ് പൊടിയിലോട്ട് ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ നന്നായിട്ട് തന്നെ ഇത് കലക്കിയെടുക്കാനായിട്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് ഈ ഒരു പാകത്തിൽ നന്നായിട്ട് നമ്മൾ കലക്കിയെടുത്ത് വയ്ക്കുക. അപ്പോൾ ഈ ബാറ്റർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കട്ട്ലേറ്റ് ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ പിന്നീട് നമ്മൾ ഈ ചൂടാറിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ആക്കി എടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ഷേപ്പൊക്കെ ആക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് ഒരു മെത്തേഡ് പറഞ്ഞുതരാം. നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയൊരു അളവ് പാത്രം അങ്ങനെ എടുക്കുക. കട്ട്ലേറ്റിന് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുന്ന ആ വലുപ്പത്തിലുള്ളൊരു സംഭവം എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഉരുട്ടി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടില്ലേ, അത് നമ്മൾ അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ആ പാത്രത്തിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. അതായത് നന്നായിട്ട് അമർത്തി ഇതുപോലെ ഇങ്ങനെ ആ ഒരു പാത്രത്തിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ നന്നായിട്ട് അമർത്തി ഇങ്ങനെ എടുക്കുക. എന്നിട്ട് തട്ടി കൊടുത്തിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിൽ കട്ട്ലേറ്റിന് അതേ ഷേപ്പിൽ തന്നെ ആക്കിയിട്ട് കിട്ടും.
അപ്പോൾ ഇതിപ്പോൾ ഒരു അളവ് പാത്രം ആയതുകൊണ്ട് കുറച്ച് കട്ടിയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഒരു മിൽമേരെ കുപ്പിയില്ലേ അതിൻ്റെ മൂടിയൊക്കെ എടുക്കുകയാണെങ്കിൽ, അതായത് അതിൻ്റെ അടുപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു വലിപ്പത്തിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ നിന്ന് ഇതുപോലത്തെ, അതായത് ഈ വലിപ്പത്തിലുള്ള ഒരു 10 കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരെണ്ണം കുട്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി വെച്ച ശേഷം നമ്മൾ പിന്നീട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ബാറ്ററില്ലേ, ആ ഒരു ബാറ്ററിൽ ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ ബാറ്ററിൽ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള റസ്ക് പൊടിയിലോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിയിലോ ഏതിലെങ്കിലും ആണെങ്കിൽ അതിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ 2 കൈ ഉപയോഗിക്കാൻ നോക്കട്ടോ. അതായത് നമ്മൾ ബാറ്ററിൽ മുക്കിയെടുക്കുന്നത് ഒരു കൈ കൊണ്ടാണെങ്കിൽ മറ്റേ കൈ കൊണ്ട് നമ്മൾ റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ റസ്ക് പൊടിയൊന്നും കുറേ വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല. മാത്രമല്ല നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ബാറ്ററിൽ മുക്കിയെടുത്തത് പിന്നെ നമ്മൾ ആ കൈ കൊണ്ട് തന്നെ റസ്ക് പൊടിയിൽ മുക്കിയെടുക്കുമ്പോൾ കുറേ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ കുറേ വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇതുപോലെ എല്ലാ കട്ട്ലേറ്റും നമ്മൾ ബ്രെഡ് പൊടിയിലോ അല്ലെങ്കിൽ റസ്കിൻ്റെ പൊടിയിലോ, ഇപ്പോൾ നമ്മൾ റസ്കിൻ്റെ പൊടിയിലാണ് ചെയ്തിരിക്കുന്നത്, അതിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ശേഷം ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ നമ്മളൊരു പാത്രത്തിലാക്കി വയ്ക്കുക. എന്നിട്ട് അത് ഫ്രീസറിൽ ഒരു 15 മിനിറ്റോളം ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണയിൽ നമ്മൾ പിന്നീട് വറുത്ത് കോരുന്ന സമയത്ത് പൊട്ടാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഫ്രീസറിൽ ഇത് കുറച്ച് നേരം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു 15 മിനിറ്റോടെ ഫ്രീസറിൽ എടുത്ത് വെച്ചതിന് ശേഷം നമ്മളിത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊരിച്ചെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയാൽ കൂടുതൽ എണ്ണ കുടിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും കരിയാതെ ഈ ഒരു കളറായിട്ട് കോരിയെടുക്കുക നമ്മൾ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ നല്ല ടേസ്റ്റി കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണെന്നും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇച്ചിരി സമയം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് മെനക്കെട്ടാൽ എന്താ, ഇതുപോലെയൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.